ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയതും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നിർമ്മിച്ചതായിട്ടൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഫോൾഡ്സ്കോപ്പ് എന്നാണ്. ആ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മുഴുവനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് പേപ്പർ കൊണ്ടാണ്. അതിൽ ലെൻസും 1-2 സാധനങ്ങളൊക്കെ വെച്ചാൽ ബാക്കി മൊത്തം പേപ്പർ കൊണ്ടാണ് ഈ ഒരു സാധനം നിർമ്മിച്ചുള്ളത്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം അമേരിക്കയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് അമേരിക്കയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനു പ്രകാശ് എന്നാണ്. അദ്ദേഹമാണ് ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ ഒരു സാധനമാണ് കേട്ടോ. ഈ ഒരു ബാഗിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത്. ഇതിൻ്റെ പേര് ക്ലാസ് റൂം കിറ്റ് എന്നാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ലെൻസ് ഉണ്ട്, ആ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ബഡ്സ് പോലെ സാധനം ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ടൂൾസുകളുണ്ട്, പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ മെയിനായിട്ട് വരുന്നൊരു പേപ്പർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ ഒരു പേപ്പറാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇതിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് പിന്നെ അതെല്ലാം പാടെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ സ്റ്റുഡൻസിനൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു മൈക്രോസ്കോപ്പ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഈ ഒരു സാധനത്തിനെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല, പിന്നെ ഇത് നമുക്ക് കൊണ്ടുപോകാൻ സുഖമാണ്, പിന്നെ ഇത് ചാടിയാലൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് മറ്റു കാരണങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ടും മൈക്രോസ്കോപ്പിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഭാരത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇത്രയും കാലമായിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഫോൾഡ്സ്കോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ് കേട്ടോ. 350 രൂപയ്ക്ക് ഒരിക്കലും നമുക്കിതൊരു നഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ നമുക്കിതാ ഇതുപോലെ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങളും പിന്നെ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലാണ് സാമ്പിൾ നമ്മൾ ഇതിലാണ് വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഇതിലാണ് നമ്മൾ സാമ്പിൾ വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും കൂടെ വെക്കണം. എന്നിട്ട് രണ്ടും പാടെ കൂട്ടിയിട്ട് വേണം നമുക്കിത് അതിൽ വെക്കാൻ. അതെങ്ങനെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഫോൾഡ്സ്കോപ്പിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ താത്തിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് വേണം നമ്മൾ സാമ്പിൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കണ്ണ് വെച്ച് നോക്കുക കേട്ടോ. പിന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ പിടിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഫോക്കസ് ചെയ്യലാണ്. ഇതിലാണിത് ഫോക്കസ് ചെയ്യുക. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള സാധനമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ സാമ്പിൾസൊക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സാധനത്തിൽ നമ്മൾ നോക്കുന്ന വസ്തുവിൻ്റെ 140 ഇരട്ടി വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റുഡൻസിനുള്ളതാണ്. ഇത് വാങ്ങണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം.